കാന്താരി മാങ്ങ നല്ല രസം കിട്ടും അതിന്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട്. മാങ്ങയും ചെമ്മീൻ. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ മലപ്പുറം മഞ്ചേരി റോട്ടിക്കടെ പോകാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അച്ചാർ വിൽക്കുന്ന ചേച്ചീനെ കണ്ടു. അപ്പൊ ഒരുപാട് ആൾക്കാർ അച്ചാർ വിൽക്കാറുണ്ട്. പക്ഷെ ഈ ചേച്ചിക്ക് ഒരു പ്രത്യേകത. താത്ത അല്ലേ? അപ്പൊ താത്ത എന്ന് പറയണതാ പറഞ്ഞത്, ചേച്ചി എന്ന് പറയണ്ട. വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറയോ, ഇവിടെ ചേച്ചിയുടെ പേര് അല്ല താത്തയുടെ പേര് ഫാത്തിമ. നല്ല മിടുക്കിയാണ്, മുഖത്ത് നല്ല സന്തോഷമാണ്. അപ്പോൾ പക്ഷെ ഇതിലൊരു ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് ചേച്ചിക്ക് അരക്ക് കീഴ്പ്പെട്ട് തളർന്നു അല്ലേ? അപ്പൊ വീട്ടിലുള്ള ചേട്ടനും തളർന്നു? ഇല്ല, ചേട്ടനും വയ്യാത്തതാണ് അല്ലേ? അതെ അല്ലേ? അപ്പൊ ഈ സ്ഥലം മോനെ കൃത്യമായിട്ട് ഏതാടാ? മലപ്പുറം മഞ്ചേരി റോഡ്. ഇത് എത്ര? 22 ഏതാ? മുട്ടിപ്പാലം അല്ലേ? അപ്പൊ ഏതൊക്കെ അച്ചാറുകൾ അവിടെ ഉള്ളേ? എല്ലാ അച്ചാറും. അപ്പൊ അതാ ഇവിടെ പുളിയിഞ്ചി ഉണ്ട്, അത് ഇവിടെ വെച്ചു. ഗ്രേസ് ഇതെന്തിന്റെ? വെളുത്തുള്ളി ഉണ്ട്. അതേപോലെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബീഫ് ഉണ്ട്. മീൻ എവിടെ? അതെ അല്ലേ? ഡ്രൈ മാങ്ങ ഉണ്ട്. ഇത് മീനച്ചാറുണ്ട്. ഞാൻ മേടിക്കാനായിട്ട് വന്നത് കാന്താരി മാങ്ങ. നല്ല രസം കിട്ടും അതിന്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട്. മാങ്ങയും ചെമ്മീനും ഉണ്ട്. പിന്നെ മാങ്ങയും കയ്പനും ഉണ്ട്. എവിടെ? മാങ്ങയും കയ്പക്കായും കൂടി ഇട്ടിട്ടാ മിക്സഡ് ആണ് മക്കളെ. ഇനി ഏതാ? ഈത്തപ്പഴം. ഇതാ അടുത്തത് മാങ്ങയും ഈത്തപ്പഴം മിക്സ്. അടുത്തത് കയ്പക്കായ. പിന്നെ നാരങ്ങ ഈത്തപ്പഴം. അപ്പൊ വെറൈറ്റി സാധനങ്ങളാണ്. അപ്പൊ നമ്മള് ഓരോന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നാരങ്ങ കാന്താരി. എന്റെ പൊന്നു ചേച്ചി, ഇത് കഴിക്കണേക്കാൾ മുമ്പ് എനിക്ക് രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റുട്ടാ. നെല്ലിക്ക കാന്താരി. ഇത് കഴിഞ്ഞിട്ടില്ല ചേച്ചി? അപ്പൊ ഞാൻ ചോദിക്കണതേ, ഇതിവിടെ ഈ മാങ്ങയും കയ്പങ്ങയും ചെമ്മീനും കർത്താവേ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറാണ്. അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ ചേച്ചി. അപ്പൊ ഈ സ്ഥലം കൃത്യമായിട്ട് ഏതാ? കാന്താരി. ഈ സ്ഥലം ഒന്നും കൂടി കൃത്യം പറഞ്ഞു കൊടുത്തേ. ഇത് മുട്ടിപ്പാല 22 മൈല്. അതെ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് നിന്ന് മഞ്ചേരി റൂട്ട്, മലപ്പുറം റൂട്ട്. അപ്പൊ എന്തായാലും ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ നോക്കിയേ ഒന്ന് മേടിച്ച് സഹായിക്കുക. ചേച്ചിനെ ബന്ധപ്പെടാനുള്ള നമ്പറും കൊടുക്കാം. ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കൊറിയർ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ ഇത് ആരെ എവിടെ ചേച്ചി? ഇത് നമുക്ക് ഉള്ളടം കൊണ്ടുവന്ന് അയൽക്കൂട്ടത്തിൽ നിന്ന് കുടുംബശ്രീ ഉണ്ടാക്കി എനിക്ക് കച്ചവടത്തിന് ഇവിടെ തരുന്നത്. അപ്പൊ ചേച്ചിക്ക് ഇതിന് കമ്മീഷനാണ് അല്ലേ? അപ്പൊ എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ടാവുക? ഇത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6:30 വരെ ഉണ്ട്. പിന്നെ വീട് വന്ന പെരയിൽ വെച്ച് കൊടുക്കും. അതിന്റെ നേരെ ബാക്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് പരമാവധി ഇവിടെ വന്ന് മേടിക്കുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക അല്ലടാ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ ഉണ്ട്. 30 രൂപ തൊട്ട് 25 രൂപ. അപ്പൊ എനിക്ക് ഏതാണെന്നറിയോ? എനിക്കിത് ആ കാന്താരി. അതേതാ? അത് കാന്താരി മാങ്ങ. അതെ അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. ഒരു കാര്യം ചെയ്യും, ഇത് എന്റെ വക ഒരു സന്തോഷത്തിന് അതിന്റെ 3-4 ഇരട്ടി ഉണ്ട് കേട്ടാ. എന്തായാലും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിത് ഒരെണ്ണം തരിക. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക, ഇത് മേടിക്കുക. പിന്നെ എനിക്ക് സ്ഥലവും പെരയും ഒന്നും ഇല്ല അല്ലേ? ആരെങ്കിലും മനസ്സറിഞ്ഞ് എനിക്ക് ഞാൻ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാൻ ചേച്ചി. ദൈവം എന്തെങ്കിലുമൊക്കെ വഴികൾ തുറന്നു തരും കേട്ടാ. ദൈവത്തിന് സമയമുണ്ട്. ഈ പുറത്തും ഇതിട്ടുണ്ട് അല്ലേ? മൊത്തത്തില് ബെൽറ്റ് ആണ് അല്ലേ? പൊടിഞ്ഞിരിക്കുവാണ്. ഇപ്പോഴും ഡോക്ടറുടെ ചികിത്സയിലാണ്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴികൾ തെളിയും കേട്ടാ. അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഭിന്നശേഷിയാണ്. പുള്ളി നടക്കും, എനിക്ക് നടക്കാൻ പറ്റൂല. ദൈവത്തിലേക്ക് നടത്തിയില്ല നമ്മളെന്നാലും. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോ ഞാൻ ഈ വഴി കൂടെ പോയപ്പോ ചേച്ചിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് മാത്രം നിർത്തിയതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. എല്ലാരും ഈ വഴിക്ക് പോകുന്നവര് എന്നെ ഒന്ന് സഹായിക്കണം.